പ്രിയപ്പെട്ടവരെ, ശക്തനായ ദൈവം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു നല്ല ദിവസമാണ്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. വിശ്വാസത്തിന്റെ കണ്ണുകളോടെ ഇന്ന് നമ്മൾ നോക്കേണ്ട ദിവസമാണ്. ഈശോ നമ്മളോട് പറയാ, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. വിശ്വസിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വം കടന്നു വരാൻ പോകുന്ന ഒരു ദിവസമാണ്. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം. കണ്ണുകളടച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവത്തിന്റെ മഹത്വം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടും. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ വലിയൊരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവത്തിന്റെ കൃപയിലേക്ക് നമുക്ക് കടന്നു വരാം. ഈശോ നമുക്ക് വേണ്ടി ഒരുക്കിയ മനോഹരമായ ഒരു ദിവസം, മനോഹരമായ ഈ കൂട്ടായ്മ, കൃപയാൽ വിശ്വാസത്തിലൂടെ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മളത്. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക, കൃപയാൽ വിശ്വാസത്തിലൂടെ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ടവരായ നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ദൈവസ്തുതിയോടുകൂടിയാണ് നമ്മൾ ആരംഭിക്കുക. കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ഇരു കരങ്ങളും നമുക്ക് തമ്പുരാന്റെ പക്കലേക്ക് ഉയർത്താം. സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, എൻ്റെ ദൈവം എന്ന് എന്നെ വിളിച്ചു കൂട്ടി, എൻ്റെ ദൈവം ഇന്ന് എനിക്ക് പ്രത്യേകമായൊരു കൃപ തരാനായിട്ട് ഒരുങ്ങിയിരിക്കുക. ഈ വലിയൊരു ബോധ്യത്തോടു കൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയ്ക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നവരാണ്, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന തമ്പുരാനെ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസത്തിലേക്ക് ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയാണ് കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന തമ്പുരാനെ, ഇന്നത്തെ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ ശക്തമായിട്ട് ഇടപെടാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന യേശുവേ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുന്ന തമ്പുരാനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിലൂടെ കത്തോലിക്ക തിരുസഭ വളരെ പ്രത്യേകമായി വിശ്വാസ വർഷത്തിൽ നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു: സ്നേഹത്തിൽ പ്രവർത്തന നിരതമായ വിശ്വാസം. സ്നേഹത്തിൽ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസത്തിലേക്ക് എല്ലാ ക്രൈസ്തവ മക്കളും വളർന്നു വരണം എന്നുള്ള തമ്പുരാൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ വലിയൊരു ആഗ്രഹത്തിലേക്കാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് കണ്ണുകൾ ഉയർത്തി തമ്പുരാനെ ഇന്ന് നോക്കണം. ഇന്ന് നമ്മളെ തമ്പുരാനെ നോക്കേണ്ട ഒരു ദിവസമാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കർത്താവിനെ കാണേണ്ട ഒരു സമയമാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ കർത്താവിനെ കണ്ട ഒരുപാട് മനുഷ്യർ നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവിൻ്റെ തിരുവചനം മുഴുവനും നമ്മളോട് പറയുന്ന ഈ ഒരൊറ്റ കാര്യമാണ്: വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ദൈവത്തെ നോക്കിയ ഒരു ജനം. പഴയ നിയമ ജനം മുഴുവനും വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ ദൈവത്തെ നോക്കാനിടയായി. ദൈവത്തെ നോക്കാനിടയായപ്പോഴെല്ലാം അവർ കണ്ടൊരു കാര്യം ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു എന്നുള്ളതാണ്. ഇതുവരെയും കേൾക്കാത്ത അദൃശ്യനായ ഒരു ദൈവത്തിന്റെ സ്വരം കേട്ടപ്പോൾ ആ സ്വരം കേട്ടിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്: നിന്നെ ഞാൻ അനുഗ്രഹിക്കുക, ഒരു വലിയ ജനതയാക്കി ഞാൻ മാറ്റും. ഈ വലിയ ജനതയാക്കി മാറ്റുമെന്ന് പറഞ്ഞ് ആ സ്വരത്തിന് മുമ്പിൽ എല്ലാം ഉപേക്ഷിച്ച് സ്വന്തം മാതാപിതാക്കളെ സഹോദരങ്ങളെ ഒക്കെ വിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരു അബ്രാഹം, നമ്മുടെ വലിയ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന്റെ കണ്ണുകളോട് വേണം ഇന്ന് നമുക്ക് കർത്താവിനെ കാണാനായിട്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും കാണാനായിട്ട് ആ കണ്ണുകളോട് വേണം. ഇതാ പ്രിയപ്പെട്ടവരെ, ഈ അബ്രാഹത്തിന്റെ സന്തതികളായ ഇസ്രായേൽ ജനം മുഴുവനും ഈജിപ്തിലെ 400ഓളം വർഷത്തിലുള്ള അടിമകളായിട്ട് കിടക്കുക. ഈ അടിമകളായിട്ട് കിടക്കുന്ന അവർക്ക് മോചകനായിട്ട് ദൈവമായ കർത്താവ് മോശയെ അയക്കുന്നു. ഇതാ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ വാഗ്ദാന ദേശമായ പാലും തേനും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്ക് തിരികെ വരുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു വലിയ തടസ്സം കാണുക. അവർക്ക് ആ വിശ്വാസത്തിന് വാഗ്ദാനം പ്രാപിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു വലിയ തടസ്സം അവർ കണ്ടു: ചെങ്കടൽ. ആ ചെങ്കടൽ കടന്നു പോകാൻ ഇനി എന്താണ് വഴി? അവർക്ക് സൈന്യബലമില്ല, അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റാത്തൊരു സമയം. ഈ ചെയ്യാൻ പറ്റാത്ത സമയത്ത് സർവശക്തനായ ദൈവം മോശയോട് പറയാ: നീ കൈ നീട്ടുക, ഞാൻ തരുന്ന വടിയെടുത്ത് നീ അടിക്കുക എന്ന് പറയാ. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിന്റെ കണ്ണുകൂടിയാണ് ഇന്ന് നമ്മൾ കർത്താവിനെ നോക്കേണ്ടത്. വിശ്വാസ കണ്ണുകളോടുകൂടി ദൈവത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവിന്റെ മഹത്വത്തിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരും, യാതൊരു സംശയമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കാണാത്ത കാര്യങ്ങൾ കാണുമ്പോൾ, അദൃശ്യമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ അതിനെ തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് കാണാം, നമ്മുടെ കണ്ണുകൾ തുറന്ന് നമ്മൾ കാണുകയാണ്. നമ്മുടെ മുമ്പിലേക്ക് കർത്താവിന്റെ ജനനത്തിന്റെ സമയത്ത് ആട്ടിടയന്മാര്, ഈ ദരിദ്രരായ മാതാപിതാക്കളുടെ മടിയിൽ കിടന്നുറങ്ങുന്ന ശിശു ദൈവത്തിന്റെ പുത്രനാണെന്ന് കാണാനുള്ള കണ്ണ് ഈ ആട്ടിടയന്മാർക്ക് ലഭിച്ചു. ആ
കണ്ണോടുകൂടെ വേണം ഇന്ന് നമ്മുടെ കർത്താവിനെ നമ്മൾ കാണാൻ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളെയും ആ കണ്ണോടുകൂടെ കാണാൻ ആയിട്ട് നമുക്ക് സാധിക്കണം. അവരുടെ മുമ്പിൽ കിടന്നുറങ്ങുന്ന ആ കൊച്ചു ശിശു ദൈവപുത്രനാണെന്ന് ആരാണ് അവരോട് പറഞ്ഞത്? അവർ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവരെല്ലാവരും ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക. ആ ഒരു വിശ്വാസത്തിന്റെ കണ്ണോടുകൂടി നമ്മുടെ ജീവിതാനുഭവങ്ങളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുമ്പിലേക്ക് കണ്ണുപൊട്ടന്മാർ കടന്നു വന്നു. ഈശോയുടെ മുമ്പിലേക്ക് കടന്നു വന്ന കണ്ണുപൊട്ടന്റെ ഹൃദയത്തിലുണ്ടായ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിന്റെ ചൈതന്യം ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നിറയണം. ഈശോയോട് പറയണം, കർത്താവേ, ഈ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ജീവിതം അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, വിധവയുടെ കാണിക്കയെ കുറിച്ച് വാനോളം കർത്താവ് പുകഴ്ത്തുകയാണ്. ദേവാലയ ഭണ്ഡകാരത്തിലേക്ക് തൻ്റെ അവസാനത്തെ ചില്ലിക്കാശും വലിച്ചെറിഞ്ഞിട്ട് ദൈവത്തോട് ആ വിധവയൊരു കാര്യം പറഞ്ഞു, ദൈവമേ, നീയാണ് ഇനി എൻ്റെ സമ്പത്ത്. യേശുവേ, നീയാണ് എൻ്റെ സമ്പത്ത്. നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളുടെയും തകർച്ചകളുടെയും പരാജയങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ എല്ലാം തമ്പുരാന്റെ മുമ്പിലേക്ക് കൊടുത്തിട്ട് പറയണം കർത്താവിനോട്, കർത്താവേ, നീയാണ് എൻ്റെ സമ്പത്ത്. ഇങ്ങനെ കാണാനുള്ളൊരു കണ്ണ് നമുക്കൊന്ന് തുറന്നു കിട്ടണം. ഈ ഒരു കണ്ണോട് കൂടെ വേണം ഇന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ. നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ യാത്ര എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള യാത്രയാ, സ്വർഗത്തിലേക്കുള്ള യാത്രയാ. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് ദൈവത്തിലേക്കുള്ള ഈ യാത്രയിൽ പ്രിയപ്പെട്ടവർ, ഒരുപാട് ചെങ്കടലുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. ഒരുപാട് ജെറിക്കോ മതിലുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. വാഗ്ദാന ദേശം പ്രാപിക്കാനായിട്ട് ഇസ്രായേൽ ജനത്തിന് തടസ്സമായ മറ്റൊരു വലിയ മതിലായിരുന്നു ജെറിക്കോ മതില്. ഈ ജെറിക്കോ മതില് വിശ്വാസത്തിന്റെ കണ്ണോടുകൂടി തകർക്കാൻ അവരെന്താ ചെയ്തത്? യുദ്ധം ചെയ്തില്ല, ആയുധം എടുത്തില്ല. അവർ ചെയ്ത കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഏഴാവർത്തി അവർ സ്തുതിക്കുകയാ, ആർപ്പിടുകയാ. ഇങ്ങനെ ദൈവത്തെ മഹത്വം കൊടുക്കാനായിട്ട് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിന്റെ കണ്ണ് നമുക്കുണ്ടാകട്ടെ. ഈ വിശ്വാസത്തിന്റെ കണ്ണ് നമുക്കൊന്ന് വിശ്വാസത്തിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മുടെ ഉൾക്കണ്ണുകളെ തുറന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തുതിക്കാം. കാണുന്നു ഞാൻ വിശ്വാസത്തിൽ. നമുക്ക് കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ കാണുകയാണ്, വിശ്വാസത്തിലെല്ലാം ഞാൻ കാണുകയാണ്. കാണാത്ത കാര്യങ്ങളെ എൻ്റെ മുമ്പിൽ അങ്ങ് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റുപറയണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയുന്ന സമയങ്ങളിലെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിന്റെ അത്ഭുതകരമായ ഇടപെടല്, ചെങ്കടല് രണ്ടായി പോകുന്ന ഇടപെടലുകള്, ജെറിക്കോ മതിലുകൾ തകർന്നു വീഴുന്ന ഇടപെടലുകള്, ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇരു കരങ്ങളും തമ്പുരാന്റെ സ്ഥാനത്തിലേക്ക് ഉയർത്തേ. യേശുവേ നന്ദി. നമുക്ക് യേശുവിനോട് പറയാം, കർത്താവായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ, അങ്ങന്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങന്റെ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ഭുതകരമായ അവിടുന്ന് ഇന്ന് എന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, കാണാത്ത കാര്യങ്ങള് അത്ഭുതകരമായ രീതിയില് എന്റെ വിശ്വാസത്തിന് അതീതമായിട്ട് അവിടുന്ന് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. എന്റെ കൺമുൻപില് അങ്ങയുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് തടസ്സമായി ഉയർന്നു വരുന്ന എല്ലാ ചെങ്കടലുകളെയും അവിടുന്ന് എനിക്ക് വേണ്ടി രണ്ടായി പകുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. എന്റെ വേദനകളും സങ്കടങ്ങളും എന്റെ ജീവിതത്തിലെ അവിശ്വാസങ്ങളും നിരാശകളും എന്റെ ജീവിതത്തിലെ പരാജയങ്ങളും പാപങ്ങളും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. ഇന്നെന്റെ ജീവിതത്തിലേക്ക് നീ വരണമേ, ഇന്നെന്റെ ജീവിതത്തിലേക്ക് വരണമേ. എന്റെ വിശ്വാസത്തെ നീ ആളിക്കത്തിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം ദൈവത്തോട്. കാണുന്നു ഞാൻ വിശ്വാസത്തില്. തമ്പുരാനോട് കൂടി ചേർന്ന് നമ്മൾ പാടുകയാ. വലിയ സ്നേഹത്തോടു കൂടി നമുക്ക് പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ചേർന്ന് പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താ മുൻപിൽ ചെങ്കടൽ
രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വാസത്തോടെ നമുക്ക് കാണാൻ പ്രിയപ്പെട്ടവരെ. വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കൈകൾ നമുക്ക് താളത്തിൽ അടിച്ചുകൊണ്ട് പാടാം. വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ജെറിക്കോ മതിലുകൾ തകർന്നു വീഴുന്നത് നമ്മൾ കാണണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ മുമ്പിൽ വിശ്വാസത്തിന് തകർക്കുന്ന എല്ലാ ജെറിക്കോ മതിലും ഇന്ന് ദൈവത്തിന്റെ ശക്തമായ ഇടപെടലിലൂടെ തകരണം. നമ്മുടെ കുടുംബങ്ങളിൽ വളർന്നു വരുന്ന എല്ലാ അസ്വസ്ഥതകളുടെയും ജെറിക്കോ മതിലുകൾ തകരണം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തുതിക്കാം. ഈശോയെ, ഇന്ന് തന്നെ എന്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അങ്ങത് ചെയ്യണമേ. ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. വിശ്വാസത്തോടെ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്ന വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. വിശ്വാസത്തോടെ കാണാം. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്ന വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഈശോയുടെ മുമ്പിലേക്ക് നമ്മൾ കൊടുക്കാം. അഗ്നിയുടെ കർത്താവ് തന്റെ വചനത്തിലൂടെ പറയുന്നു, ആഴിയിലൂടെ കടന്നുപോയാലും നിന്നെ അത് തകർക്കില്ല, അഗ്നിയിലൂടെ കടന്നുപോയാലും നിനക്ക് പൊള്ളലേൽക്കില്ല. ദാനിയേലിനെ 40 അടിയോളമുള്ള അഗ്നിയിലേക്ക് തള്ളിയിട്ട് പക്ഷെ ഒരു രോമം പോലും കത്താൻ നമ്മുടെ കർത്താവ് അനുവദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അഗ്നി സമാനമായ അനുഭവങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് തകർന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളെയും തമ്പുരാന്റെ മുമ്പിലേക്ക് കൊടുത്ത് പാടാം. വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. വിശ്വസിക്കാം. അഗ്നിയിൽ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടി വരുവാൻ കർത്തനുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടി വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. സന്തോഷത്തോടെ കണ്ടുകൊണ്ട് നമുക്ക് പാടണം കർത്താവിന്റെ മുമ്പില്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുമുമ്പില് നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരികയാണ്. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും ഈശോ വന്ന് നിറയുക. ലാസറിന്റെ ശവകുടീരത്തിലേക്ക് കർത്താവ് കടന്നു ചെന്ന് ചീഞ്ഞു നാറിയ അനുഭവങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് കർത്താവ് അവിടെ വലിയ ഉയർപ്പേകുകയാണ്. നമ്മുടെ ജീവിതത്തിന് ദൈവം ഉയർപ്പ് നൽകും. അത് വിശ്വാസത്തെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എന്താ? നമുക്ക് കാണാൻ പ്രിയപ്പെട്ടവർ, എന്റെ ജീവിതത്തിന് ഒരു ഈശോ വരും. നാറ്റം വമിച്ചാലും കല്ലറ മുന്നിൽ കത്തൻ വന്നിടും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുന്നിൽ കത്തൻ വന്നിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടുമേ. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർന്നിടുമേ. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. വിശ്വാസത്തിൽ കണ്ടുകൊണ്ട്
നമ്മുടെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താൻ പ്രിയപ്പെട്ടവരെ. ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ ചിന്തകള്, വിചാരങ്ങള്, ഇന്നെന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടേണ്ട എല്ലാ മേഖലകളെയും തമ്പുരാന്റെ പക്കലേക്ക് നമുക്ക് ഉയർത്താം. വിശ്വാസത്തിൽ നമുക്ക് കാണാം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുവെന്ന്. ആ വലിയ ബോധ്യത്തോടു കൂടി സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിലേക്ക് നോക്കിക്കൊണ്ട് മക്കളെ പോലെ നമുക്ക് വിളിക്കാം, അവകാശികളെ പോലെ നമുക്ക് വിളിക്കാം. എന്റെ ദൈവമേ, എന്റെ യേശുവേ വിളിക്കാം പ്രിയപ്പെട്ടവരെ. യേശുവിന്റെ നാമം വിളിക്കാം. യേശുവിന്റെ നാമം വിളിക്കുന്നിടത്ത് എല്ലാ ഇടങ്ങളിലും രക്ഷയുണ്ട്. യേശുവേ, ഞങ്ങൾ നിന്നെ വിളിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ നാഥനായ അങ്ങയെ ഞങ്ങൾ വിളിക്കുന്നു കർത്താവേ. അങ്ങയിൽ ഞങ്ങൾ വിളിക്കുന്നു യേശുവേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ, ഇടപെടണമേ കർത്താവേ. ശക്തനായ ദൈവമേ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ഹൃദയത്തിലേക്ക് പാടാം. കാണാം പ്രിയപ്പെട്ടവരെ, ഹൃദയത്തില് അതേ കർത്താവേ, വിശ്വസിക്കുന്ന യേശുവേ, മുൻപിൽ അതേ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഹൃദയത്തിൽ ഏറ്റു പറയാൻ പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയോട് പറയാം, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, നിനക്ക് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന കർത്താവേ. പ്രതിസന്ധികളെ തകർക്കുന്ന വലിയ കൃപ, ആ വലിയൊരു വിശ്വാസം എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് നൽകണമേ കർത്താവേ. കൊടുക്കാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ തമ്പുരാന്റെ സന്നിധിയിൽ കൊടുക്കാം. നമ്മുടെ കുടുംബത്തിന്റെ ഓരോ അംഗത്തെയും ദൈവസന്നിധിയിലേക്ക് കൊടുക്കാം. കർത്താവിന്റെ വചനം ഇന്ന് ഓർമ്മിപ്പിക്കുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും ജീവിതത്തിൽ നിന്റെ വിശ്വാസത്തെ പ്രതി നിന്റെ കുടുംബം രക്ഷിക്കപ്പെടാനായിട്ട് ഒരുങ്ങുന്ന സമയമാണ്. ഈ സമയത്ത് തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. എന്തൊക്കെയുണ്ട് ആ വിധവയുടെ കാണിക്ക പോലെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. കർത്താവെ, വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ നമ്മുടെ കരങ്ങളൊന്ന് അല്പം തുറന്നു പിടിച്ചിട്ട് യേശുവിനോട് പറയണം, കർത്താവെ, ഈ രണ്ട് കരങ്ങളിലുമായി ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിത പങ്കാളിയെ, മക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ ഒക്കെ സമർപ്പിക്കുക കർത്താവെ. എൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ, എൻ്റെ അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തോട് ചേർന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് മാതൃകയായി പരിശുദ്ധ അമ്മ നിൽക്കുകയാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ദൈവദൂതൻ ഈ നസ്രത്തിലെ കന്യകയോട് ചെന്ന് പറഞ്ഞ ആ സമയത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ച ജീവിതമാണ്. അമ്മയെല്ലാം വിശ്വസിക്കുകയാണ്. അമ്മയോട് വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തെ മുഴുവനും ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിശ്വാസത്തിന്റെ തിരി ആളിക്കത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തകർന്നു പോയ എല്ലാ മേഖലകളിലും വിശ്വാസത്തിന്റെ ചൈതന്യം ഇന്ന് ആളിക്കത്തട്ടെ കർത്താവേ. പ്രാർത്ഥനയുടെ കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങളും മാറട്ടെ കർത്താവേ. യേശു പ്രകാശമായി പ്രകാശിക്കുന്ന കുടുംബമായിട്ട് മാറട്ടെ. യേശു രക്ഷകനായിട്ട് മാറുന്ന കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറട്ടെ. കൊടുക്കാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും പരാജയങ്ങളും തകർച്ചകളും എല്ലാം കൊടുക്കണം. ഏറ്റെടുക്കാൻ കഴിയുന്നൊരു ദൈവം നമുക്കുണ്ട്. രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ഈ കേൾക്കാനാവാത്ത വിധത്തില് എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നു. യേശു ഇന്ന് എന്നോട് അരുളി ചെയ്യുന്ന വചനമാ. നമുക്ക് വിശ്വസിക്കാം കർത്താവിന്റെ കരങ്ങളിലേക്ക്. ഒരിക്കൽ കൂടി ഇരു കരങ്ങളും, ആ തുറന്നു പിടിച്ച ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുകയാ. വിശ്വാസത്തിന്റെ കണ്ണൊന്ന് തുറന്നിട്ട് നീ ഒന്ന് കാണ്. നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കുക. എന്നിട്ട് വിശ്വസിച്ചിട്ട് കർത്താവിന്റെ മഹത്വത്തിലേക്ക് നോക്കി നമ്മൾ ഉറക്കെ വിളിച്ചു പറയുകയാ, ദൈവമേ, നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ പാടി പ്രാർത്ഥിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. വിശ്വാസം ഹൃദയത്തിൽ ഉയരട്ടെ. ആ വിശ്വാസത്തോടെ നമുക്ക് കരങ്ങൾ അടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ കരടിക്കണം, സ്നേഹത്തോടെ കരടിക്കണം. കർത്താവിനു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ.
യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ദൈവത്തിന് അസാധ്യമായി ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. കർത്താവിനു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൃപ നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വീകരിക്കുകയാണ്. ഈ സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്തുതിച്ചുകൊണ്ട് ഈ കൃപ സ്വീകരിക്കാം. കർത്താവേ കാണണമേ, വിശ്വാസത്തിന് തിരികൊളുത്തണമേ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നിമിഷങ്ങളിൽ തന്നെ എല്ലാ യുവജനങ്ങളെയും നമ്മുടെ എല്ലാ യുവജനങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. വിശ്വാസത്തിനെതിരായുള്ള എല്ലാ പ്രതിസന്ധികളും തിന്മയുടെ എല്ലാ ശക്തികളും ദൈവസന്നിധിയിൽ ഇന്ന് നമുക്ക് കൊടുക്കണം. കർത്താവിന്റെ വചനം ഓർമ്മിപ്പിക്കുക, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, വിശ്വാസത്താൽ കൃപയിലൂടെ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ഈ കൃപ നമ്മുടെ യുവജനങ്ങളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ വന്ന് നിറയണം. എത്രയോ മാതാപിതാക്കൾ സ്വന്തം മക്കളെ ഓർത്ത് നെടുവീർപ്പോടുകൂടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, മക്കൾ ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് അവരുടെ ദുർമാതൃകം നിറഞ്ഞ ജീവിതം കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നത്, വേദനയോടെ ചങ്കുപൊട്ടുന്നത്, ആ വേദനകൾ മുഴുവൻ ഇന്ന് ദൈവസന്നിധിയിൽ കൊടുക്കാം. വിലാപത്തോടുകൂടി ദൈവമേ നിന്നെ ഞങ്ങൾ വിശ്വസിക്കാൻ കർത്താവേ, ഞങ്ങളുടെ യുവജനങ്ങളിലെ കുഞ്ഞുങ്ങളിലെ നീ ഇടപെടണമേ. ആ ഒരു വലിയ വിശ്വാസത്തോടു കൂടി എൻ്റെ കർത്താവിൻ്റെ ശക്തമായ കരം എല്ലാ മക്കളുടെ മേൽ വന്നിരിക്കുന്നത് കണ്ടുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എല്ലാ യുവജനങ്ങളും കുഞ്ഞുങ്ങളും കർത്താവിനെ അറിയട്ടെ, അവർ ദൈവത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം, കൈകളടിച്ച്. സാധ്യമായതൊന്നുമില്ലല്ലോ, കർത്താവിനു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. കരങ്ങൾ ഉയർത്തിയടിച്ച് വിശ്വസിച്ചാൽ സാധ്യമായതൊന്നുമില്ലല്ലോ, കർത്താവിനു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തോടെ വിതയ്ക്കുകയാണ്. വിളംബം കൂടാതെ ഞങ്ങളുടെ കൃപകളിലേക്ക് അവിടുന്ന് ഒഴുകി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മടുപ്പുകളും സങ്കടങ്ങളും വേദനകളും എല്ലാം ഏറ്റെടുത്ത് ധൈര്യത്തോടുകൂടി മുന്നേറുവാനുള്ള കരുത്ത്, പ്രത്യാശ ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, വലിയ പ്രത്യാശയോടുകൂടി നാളുകളിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. രക്തസ്രാവക്കാരി സ്ത്രീയുടെ ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. കരങ്ങള് കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം കൂടി നമുക്ക് നിൽക്കാം. കർത്താവേ, സംസാരിക്കണമേ, പ്രാർത്ഥിക്കാം. വലിയ കൃപയൊഴുകട്ടെ. വിശ്വാസവർഷം, വിശ്വാസവർഷം, വിശ്വാസമുണരേണ്ട വർഷം. വിശ്വാസവർഷം, വിശ്വാസവർഷം, വിശ്വാസിയുണരേണ്ട വർഷം. വിശ്വാസമെന്നൊരു തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസമെന്നൊരു തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസവർഷം, വിശ്വാസവർഷം.